ഹായ് ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്ത മിസ്റ്റേക്സ് എന്നുള്ളൊരു വീഡിയോയുടെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവർ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. എന്നിട്ട് ബാക്കി ഇത് കണ്ടാൽ മതി. അപ്പം ഞാൻ ചെയ്ത ബാക്കി മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് പറയാം. വേറൊരു കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ പ്രശ്നമാണത്. അത് നിങ്ങളിൽ ഒരു 50% ആൾക്കാർക്കും ഉള്ളൊരു കാര്യമായിരിക്കും. ഈ ടൂ മച്ച് പെർഫെക്ഷനിസം. നമ്മളൊരു കാര്യം രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യണമെന്ന്. അത് എത്ര ക്വസ്റ്റ്യൻസ് തീർക്കണം, അല്ലെ ഈ ചാപ്റ്റർ ഈ സമയത്തിൻ്റെ ഉള്ളിൽ വായിച്ച് തീർക്കണം, ഇങ്ങനെ കുറേ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും നമ്മൾ ഒരു ഡേ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളിൽ എത്രത്തോളം പേർക്ക് അതുണ്ടെന്ന് അറിയില്ല, ബട്ട് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് രാത്രി ആകുമ്പോഴേക്ക് ഞാൻ രാവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ച എല്ലാ സാധനങ്ങൾ, എല്ലാ ചാപ്റ്റേഴ്സ് തീർക്കാല്ലേ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. എനിക്ക് ഭയങ്കര ഒരു സങ്കടവും. ഞാൻ അത്രയും ആ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഈ ദിവസം കംപ്ലീറ്റ് കളഞ്ഞു, ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് എനിക്ക് പിറ്റേന്നും ഞാൻ അത്ര എനർജി ഇല്ലാണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണത്. നമ്മൾ എത്ര വർക്ക് ചെയ്താൽ പോലും നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല. ആക്ച്വലി ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്, നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കുറച്ച് റിവാർഡ്സ് ഒക്കെ കൊടുക്കണം. നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തന്നെ പറയണം, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് നാളെ പഠിക്കാൻ പറ്റും. അതൊരു പോസിറ്റീവായിട്ടുള്ള വേയിലായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. എനിക്ക് എന്തായാലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും, അങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കണം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന് അറിയില്ല, ബട്ട് ഇപ്പം ഹോസ്റ്റലിലൊക്കെ പോയിട്ട് മെൻറ്റർ ചെയ്യുന്ന സമയത്തൊക്കെ കുറേ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. എത്ര പഠിച്ചു കഴിഞ്ഞാലും രാത്രി ഒരു സന്തോഷം ഉണ്ടാവില്ല, കുറേ പഠിച്ചില്ല, ടൈം വേസ്റ്റ് ആക്കി എന്നുള്ളൊരു തോന്നൽ. ചിലത് പഠിക്കാത്തത് കൊണ്ട് ശരിക്കും തോന്നലായിരിക്കും. പക്ഷേ എത്ര പഠിച്ചിട്ടും ഒരു ഹാപ്പിനെസ് കിട്ടാത്തവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഡേയ്സ് ആർ നോട്ട് പെർഫെക്റ്റ്, വി ആർ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ സാധാരണ മനസ്സിൽ ചിന്തകൾ വരുന്ന നോർമൽ ഹ്യൂമൻസ് ആണ്. അപ്പം നമുക്കൊരു റോബോട്ട് ചെയ്യണത് പോലെ ഇത്ര സാധനങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഓരോരുത്തരുടെയും ഹൈസും ലോസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചിലർക്ക് പറ്റില്ല. അപ്പം നമുക്ക് അപ്പുറത്തെ കുട്ടിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് പറ്റുന്നുണ്ട്, എന്നെക്കൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല, ഞാനിങ്ങനെ കഴിവില്ലാത്ത ആളാണോ, അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളെപ്പോഴും ഈ ഒരു പീരീഡിൽ നിങ്ങളെ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. എനിക്കറിയാം, കുറേ തളർന്നു പോകും. നമ്മൾ എത്ര പഠിച്ചിട്ടും നമുക്ക് മാർക്സ് കിട്ടാണ്ടാവുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നും, നമുക്ക് കരച്ചിൽ വരും, നമുക്ക് അച്ഛനെയും അമ്മേനെയും ഒക്കെ ആലോചിച്ചിട്ട് സങ്കടം തോന്നും. കാരണം അവരത്രയും പൈസയൊക്കെ തന്ന് പഠിപ്പിക്കുകയാണ്, അവരത്രയും പ്രതീക്ഷകൾ തന്നിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പം ഞാൻ അവരുടെ എക്സ്പെക്റ്റേഷൻ റീച്ച് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെറുതെ കുറേ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ മാറ്റിവെക്ക്. ഒരു 8 മാസത്തേക്ക് നിങ്ങൾ ഈ കൈൻഡ് ഓഫ് നെഗറ്റീവ് തോട്ട്സും ഈ ടൂ മച്ച് പെർഫെക്ഷനിസവും ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ നോർമലായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് എന്തായാലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടും എന്നുള്ളൊരു വിൽ പവറോട്, ഒരു ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ പഠിക്കുക, എന്തായാലും പറ്റുന്നതായിരിക്കും. വേറൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തത്, ഈ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ ഒരു പ്രശ്നമാണ്, എനിക്ക് 720 720 പിടിക്കണം. അപ്പോൾ എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് പോലും ഞാൻ വെറുതെ പോയിട്ട് ഗസ് ചെയ്തിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യും. വെറുതെ ഇപ്പോൾ ഫിസിക്സ് തന്നെ ചെയ്തിട്ട് കിട്ടാത്തതാണെങ്കിൽ പോലും വെറുതെ പോയി ഗസ് ചെയ്യും. അപ്പോൾ അതെനിക്ക് മാർക്സ്, വെറുതെ നെഗറ്റീവ് മാർക്സ് കൂടാൻ കാരണമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ എല്ലാം പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്, ആ ഒരു സ്വഭാവം കുറയ്ക്കാൻ നോക്കുക. നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് അറിയുന്നതെല്ലാം അറ്റൻഡ് ചെയ്യുക. രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ പിന്നെയും ക്വസ്റ്റ്യൻസ് വന്ന് നോക്കുന്ന സമയത്ത് അറിയാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വട്ടിട്ട് വെച്ച സാധനം എഗെയിൻ ഒന്ന് ആലോചിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് എഗെയിൻ വൃത്തിക്ക് വായിച്ചു വെക്കുക. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ കുറേ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക, അപ്പോൾ തന്നെ നമുക്ക് കുറേ ആൻസേഴ്സ് ഒക്കെ കിട്ടും. അതും കഴിഞ്ഞ് കിട്ടാത്ത കാര്യം, അത്രയും നിങ്ങൾക്ക് ഇതാവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക്
ഇതാവാൻ ചാൻസ് ഉണ്ട്, ഒരു 90% ഇതാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം ഗസ് ചെയ്തിട്ട് ബബിൾ ചെയ്യുക. വെറുതെ ഒരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പോയിട്ട് ബബിൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലാസ്റ്റിൽ നിങ്ങളുടെ നീറ്റ് വരുന്ന സമയത്ത് ഓരോ മാർക്കും ഒരു 2000 3000 റാങ്ക്സ് ഒക്കെ ഡിഫറൻസ് കോസ് ചെയ്യും. അതായത് ഇപ്പോൾ ടോപ്പ് മാർക്സ് ഒക്കെ ആണെങ്കിൽ അത്ര ഉണ്ടാവില്ല, താഴോട്ടേക്കൊക്കെ വരുന്ന മാർക്സ് ഒക്കെ ഇപ്പോൾ 600 650 ആ റേഞ്ച്. ഇപ്പം 600 ഒന്നും കാര്യമില്ല, നമ്മൾ എക്സാം എഴുതിയ സമയത്ത് 620 വരെയൊക്കെ പോയിണ്ടായി തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 650 കിട്ടിയൊരു കുട്ടിക്കും 651 കിട്ടിയൊരു കുട്ടിക്കും തമ്മിൽ തൗസൻഡ്സ് ഓഫ് റാങ്കിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് കിട്ടുന്ന കോളേജസും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ മാർക്കും വാലിഡ് ആണ്, വെറുതെ പോയിട്ട് നെഗറ്റീവ് ആൻസേഴ്സ് ഉണ്ടാക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക, അത് മിസ്റ്റേക്കാണ്, അതങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് പ്രോപ്പറായിട്ട് ഞാൻ ഇങ്ങനെ പഠിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറണം എന്നൊക്കെ മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് നല്ല രീതിക്ക് നല്ല കുട്ടികളായിട്ട് പഠിക്കാം, നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാം. വെറുതെ ഇങ്ങനെ സങ്കടം ആലോചിച്ച് എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് പേടിച്ച് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, എനിക്ക് കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, അങ്ങനെ പറയുന്നത് മാക്സിമം ഒഴിവാക്കുക. നല്ല കുട്ടികളായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.